കോക്രോച്ച് സമരത്തിന്റെ ഭാവി എന്താവും എന്ന ഒറ്റ വാക്കിന് ഉത്തരം പറയുക എളുപ്പമല്ല. കാരണം അതിന് മറുപടി പറയേണ്ടത് ചരിത്രമാണ്. ലോകത്തിന്റെ പല ഭാഗത്തും ഇത്തരത്തിൽ വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭം ഉണ്ടായിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ, യുവാക്കളുടെ ജൻസി പ്രക്ഷോഭം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ നേപ്പാളിൽ ഉണ്ടായിട്ടുണ്ട്, ബംഗ്ലാദേശിൽ ഉണ്ടായിട്ടുണ്ട്, മുമ്പ് ടുണീഷ്യയിൽ ജാസ്മിൻ എന്ന് പറഞ്ഞുണ്ടായിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെ ആം ആദ്മി പാർട്ടിക്ക് മുമ്പുള്ള ചില സംഗതികൾ രൂപപ്പെട്ടു വന്നിട്ടുള്ള അഴിമതി വിരുദ്ധ പ്രക്ഷോഭം ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെയൊക്കെ ഭാവി നമുക്കൊന്നും അങ്ങനെ കൃത്യമായി ഇന്ന രൂപത്തിലാവുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം പറയാം, കോക്രോച്ചിന്റെ പ്രക്ഷോഭം ഇന്ന് വലിയ തോതിൽ ദേശീയ അന്തർദേശീയ ശ്രദ്ധയിലേക്ക് എത്തിയിരിക്കുന്നു. അതിനുള്ള ഒരു പ്രധാന കാരണം സോനം വാങ്ചുക് എന്ന് പറയുന്ന ലഡാക്കിലെ ജനകീയനായ നേതാവ് ആ സമരത്തിന്റെ മുൻപിൽ വന്ന ആളാണ്. സോനം വാങ്ചുക്കിനെ കുറിച്ച് ഇവിടെ പലർക്കും നന്നായിട്ട് അറിയ പോലും. ആകെ ഇപ്പൊ ആളുകൾ പ്രചരിക്കുന്ന ഒരു കഥ 3 Idiots എന്ന് പറയുന്ന ഒരു നോവലിലെ ഒരു ബദൽ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരാൾ എന്നുള്ള നിലയ്ക്കാണ്. തീർച്ചയായും പരാജിതരുടെ വിജയഗാഥ ഉണ്ടാക്കിയ ന്യൂ ഹോപ്പ് എന്നൊക്കെ പറയുന്ന തരത്തിൽ വിദ്യാഭ്യാസത്തെ റീമോഡൽ ചെയ്യാൻ ശ്രമിച്ച ഒരാളാണ് സോനം വാങ്ചുക്. ലഡാക്കിൽ സെക്മോൾ എന്നൊക്കെ പറയുന്ന അദ്ദേഹത്തിന്റെ സംഘടന, ആ സംഘടനയുടെ ഭാഗമായി തോറ്റ മോശപ്പെട്ട വിദ്യാർത്ഥികളെ വളർത്തിയെടുത്ത് വളരെ ഉയർന്ന തലത്തിലേക്ക് അവർ കൊണ്ടുവരിക ചെയ്തിട്ടുള്ള, അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനമാണ്. അദ്ദേഹം NIT പാസ്സായിട്ട് അദ്ദേഹം മൾട്ടിനാഷണൽ കമ്പനിയിലേക്കല്ല പോയത്. അദ്ദേഹം വന്നത് ഗ്രാമത്തിൽ വന്നതാണ്, നമ്മുടെ 3 Idiots സിനിമയിലെ നായകനെ പോലെ. അപ്പൊ ആ അർത്ഥത്തിൽ സോനം വാങ്ചുക്കിന് അവിടെ മാത്രമല്ല, അദ്ദേഹം പാരിസ്ഥിതികമായ വിഷയത്തിൽ ലഡാക്കിന്റെ സംരക്ഷണത്തിൽ നിരവധി ഇടപെടലുകൾ നടത്തിയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ ഹിമാനി എന്ന് പറയുന്ന ഐസ് തൂബ, അതൊക്കെ വളരെ 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 പ്രധാനപ്പെട്ടതാണ്. കാരണം അവിടെ നമ്മൾ ഐസ് എന്ന് പറയുമ്പോൾ വെള്ളം ഇഷ്ടം പോലെ ഉണ്ടെന്ന് വിചാരിക്കും. ഐസൊക്കെ ഉണ്ട്, -15 ഡിഗ്രി വരെ ടെമ്പറേച്ചറും പോകുന്നുണ്ട്. പക്ഷേ അവിടെ വേനൽക്കാലത്ത് വെള്ളം കിട്ടില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഐസ് തൂബ എന്ന് പറയുന്ന സ്തൂപം അതുപോലെ ഹിമാനി ഉണ്ടാക്കി വെക്കുകയും അത് വേനൽക്കാലത്ത് ഈ വെള്ളം ഉപയോഗിക്കാൻ കഴിയും, വെള്ളം ശേഖരിച്ചു വെക്കുന്ന അത്തരം സംവിധാനങ്ങൾ. അപ്പൊ തീർച്ചയായും ജീവിതത്തെക്കുറിച്ച്, പരിസ്ഥിതിയെക്കുറിച്ച്, വികസനത്തെക്കുറിച്ച് ഒരു ബദൽ കാഴ്ചപ്പാടുള്ള ആളാണ് സോനം വാങ്ചുക്. ലോകത്ത് ഒരുപാട് അംഗീകാരങ്ങൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം ഈ സമരത്തിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ തീർച്ചയായും അതിന് വേറൊരു മാനം വന്നിട്ടുണ്ട്. അന്നാ ഹസാരെ വന്ന പോലെയുള്ള തട്ടിപ്പ് പരിപാടിയല്ല. അദ്ദേഹം കൃത്യമായി അദ്ദേഹത്തിന്റെ നിലപാടുമായി അദ്ദേഹം വന്നു. ആ സമരം ശക്തി പ്രാപിച്ചു. 3 ആഴ്ചയോളം അദ്ദേഹം അവിടെ നിരാഹാരം കിടന്നു. അദ്ദേഹത്തെ നിർബന്ധിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. നിർബന്ധിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിൽ യഥാർത്ഥത്തിൽ അത് തന്നെ ഒരു നിയമവിരുദ്ധമായ ഒരു കാര്യമാണ്. പക്ഷേ നമ്മുടെ നാട്ടിലെ നിയമത്തിന്റെ ചില പഴുതുകളുണ്ട്. ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കേസെടുക്കുന്നതൊക്കെയാണ് നിരാഹാരം സമരം ചെയ്യുന്നവരെ കുറിച്ച് ചെയ്യുന്ന ഒരു രീതി. അതുപോട്ടെ, ഇവിടെ പ്രശ്നം അദ്ദേഹം ഇതിനെ അറസ്റ്റ് ചെയ്ത എന്നാണ്? സൻസദ് ചലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർലമെന്റ് മാർച്ച് തീരുമാനിച്ചതിന് ഇന്ന് നാളെയാണ് പാർലമെന്റ്, 20-ാം തീയതിയാണ് പാർലമെന്റ് മാർച്ച്. 18-ാം തീയതി ആണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത്. 19-ാം തീയതി അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താ? അദ്ദേഹം അതിനെ പ്രതിരോധിക്കുന്നു. വലിയ തോതിൽ പോലീസ് ഫോഴ്സ് അവിടെ വരുന്നു. മറ്റ് പ്രതിപക്ഷ സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകളും യുവജന സംഘടനകളും അതിൽ മുൻപിലേക്ക് വരുന്നു. അവിടെ വാങ്ചുക്കിനൊപ്പം ഐസ എന്ന് പറയുന്ന CPML ലിബറേഷന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനം, JNUവിലെ ഏറ്റവും ശക്തമായ വിദ്യാർത്ഥി പ്രസ്ഥാനം, അവരവിടെ ഇതിന് സമരത്തിൽ ഈ ഇദ്ദേഹത്തിന്റെ കൂടെ ദിവസവും ഈ 19-20 ദിവസവും അദ്ദേഹത്തിന്റെ കൂടെ നിരാഹാരം ഇരിക്കുകയാണ്. ഇപ്പോഴും ഒരു നിരാഹാരം തുടരുകയാണ്. ഇപ്പൊ ഇന്ന് മുതൽ SFI നേതാക്കന്മാരും അതുപോലെ ബാക്കി വിദ്യാർത്ഥി നേതാക്കന്മാരും ഒക്കെ വരുന്നുണ്ട്. ആ സമരം ശക്തിപ്പെടാനാണ് സാധ്യത. കാരണം ഒന്ന്, ആ സമരത്തിൽ ഉന്നയിക്കുന്ന കാര്യം, ഈ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്നുള്ളത് ഒരു പോയിന്റ് ആണെങ്കിലും അതിൽ ഉന്നയിക്കുന്ന ഒരു പ്രധാന പ്രശ്നമുണ്ടല്ലോ. കഴിഞ്ഞ കുറെ വർഷങ്ങളായി 22 ലക്ഷം പേര് വീതം പരീക്ഷ എഴുതുന്ന നീറ്റ്, നെറ്റ്, അതുപോലെ അതിനേക്കാൾ കൂടുതൽ കുട്ടികൾ എഴുതുന്ന CBSE പരീക്ഷ, ഇതൊക്കെ കൊളാണ്. ഒന്നിന്റെയും വിശ്വാസ്യതയില്ല. പേപ്പർ പോയി എന്ന് പറയുന്നു, കിട്ടുമെന്ന് പറയുന്നു, വേറെ കുറെ ആൾക്ക് കിട്ടിയെന്ന് പറയുന്നു, ചോർന്നു എന്ന് പറയുന്നു, വാല്യുവേഷൻ ശരിയല്ല എന്ന് പറയുന്നു. ഇങ്ങനെ ഏറ്റവും വിശ്വസ്തയോടെ നടക്കേണ്ട ഇന്ത്യയിലെ യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രതീക്ഷാ നിർഭരമായ പരീക്ഷകളാണ് ഇതൊക്കെ, പ്രത്യേകിച്ച് നീറ്റ്. അത് ചിലരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാന അഭിലാഷമാണ്. അതിൽ കിട്ടി ഒരു ഡോക്ടറോ അല്ലെങ്കിൽ എഞ്ചിനീയറോ എന്തെങ്കിലുമൊക്കെ ആവട്ടെ, അല്ലെങ്കിൽ അതുപോലെ ദേശീയ പരീക്ഷകൾ കിട്ടി വരേണ്ടതാണ്. അതിൽ നിരാശരായി ഇപ്പോൾ നമ്മൾ വന്ന ഒരു ലിസ്റ്റ് അനുസരിച്ച് പരീക്ഷ ക്യാൻസൽ ചെയ്തു, വീണ്ടും പരീക്ഷ വന്നു. 1.5 ലക്ഷം കുട്ടികൾ പരീക്ഷ എഴുതിയില്ല. കഴിഞ്ഞ തവണ എഴുതിയ 1.5 ലക്ഷം കുട്ടികൾ എഴുതിയില്ല. അവരെവിടെ പോയി? ആ കുട്ടികളുടെ ഭാവി എന്താണ്? ആരാണ് അവരോട് സമാധാനം പറയുക? ഒരു സമാധാനവുമില്ല.
നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ അധ്യക്ഷനെ തന്നെ മാറ്റിയത് വളരെ ബുദ്ധിമുട്ടിയില്ല. ഇവിടെ പ്രശ്നം എന്താ? ഇതിന് ചുമതലയുള്ള മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ എന്തു പറഞ്ഞാലും അയാളെ രാജിവെക്കില്ല എന്നാണ് മോഡി ഗവൺമെന്റ് പറയുന്നത്. അയാളുടെ രാജി ആവശ്യപ്പെട്ടാണല്ലോ ഇവര് സമരം. അയാളുടെ രാജി കൊണ്ട് മുഴുവൻ പ്രശ്നം തീരുമോ എന്നൊക്കെയുള്ള ചോദ്യമൊക്കെ ഉണ്ട്. പക്ഷെ അയാളുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരം മൃഗീയമായി അടിച്ചമർത്തുകയും സോനം വാങ്ചുക്കിനെ പോലെയുള്ള ആളുകളെ കൊണ്ടുപോയി ജയിലിലിട്ട് അല്ലെങ്കിൽ തടവിലാണല്ലോ ആശുപത്രിയിലായത്, അവിടെ ഇട്ട് നിർബന്ധിതമായി മരുന്ന് കഴിപ്പിക്കാനോ അല്ലെങ്കിൽ ഭക്ഷണം കഴിപ്പിക്കാനോ ഒക്കെ ശ്രമിക്കുന്നതും ഒരു യുവജന സമൂഹത്തോട് ഗവൺമെന്റിന്റെ അപ്രോച്ച് എന്താണ് എന്ന് കാണിക്കുന്നത്. ആ അപ്രോച്ച് വളരെ മോശമാണ്. ഈ സമീപനം കൊണ്ട് നിങ്ങൾക്ക് ഒരു കാരണവശാലും യുവജനങ്ങളുടെ വിശ്വാസ്യത നേടിയെടുക്കാനാവില്ല. റോക്കറ്റ് മുകളിലേക്ക് അയച്ചു ഏതെങ്കിലും 2-3 പേരിടുന്ന ഒരു പ്രൈവറ്റ് കമ്പനി റോക്കറ്റ് വിട്ടാലൊന്നും യുവജനങ്ങളുടെ വിശ്വാസ്യത കിട്ടില്ല. അവരുടെ വിശ്വാസ്യത തകർന്നിരിക്കുന്നു, സംവിധാനത്തിലെ വിശ്വാസ്യത തകർന്നിരിക്കുന്നു. അതുകൊണ്ട് അവർ ഇതിനെതിരെ പ്രതികരിക്കാതിരിക്കില്ല. ഒരു പക്ഷേ പരസ്യമാവാം, ചിലപ്പോൾ അവർ വോട്ടിലൂടെ ആവാം, മറ്റേതെങ്കിലും രീതിയിലാവാം. അങ്ങനെ വരുമ്പോൾ അവർ ജനാധിപത്യപരമായാണ് പ്രതികരിക്കുന്നതെങ്കിൽ അതിന് സ്പേസ് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും അത് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഒരു ഫാസിസ്റ്റ് ഗവൺമെന്റാണ് ഇവിടെ ഇന്ത്യയിലുള്ളതെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പോ മഹാത്മാഗാന്ധിയെ കുറിച്ച് പണ്ട് ബ്രിട്ടീഷുകാരായ വിമർശകർ പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ ബ്രിട്ടനെതിരെ നിരാഹാര സമരം ചെയ്താൽ നല്ലതാണ്, പക്ഷെ നിങ്ങൾ ഇരിക്കുന്ന നിരാഹാരം അല്ലെങ്കിൽ സഹന സമരം ഹിറ്റ്ലർക്കെതിരെയായിരുന്നെങ്കിൽ നിങ്ങൾ ഒരു രാത്രി കൊണ്ട് അവസാനിപ്പിച്ചത്. തീവണ്ടി തടഞ്ഞുകൊണ്ട് റെയിൽ പാളത്തിൽ ഗാന്ധി സത്യാഗ്രഹം ഇരുന്നാൽ ഹിറ്റ്ലറുടെ തീവണ്ടിയാണെങ്കിൽ ഓടിപ്പോവും അതിന്റെ മീതെ കൂടി. ബ്രിട്ടീഷുകാരനാവുമ്പോൾ അതുകൊണ്ട് നിർത്തുന്നു. കാരണം ബ്രിട്ടീഷുകാർ ജനാധിപത്യത്തിൽ വിശ്വാസമുണ്ട്. ആ ബ്രിട്ടീഷുകാരെക്കാൾ മോശമായി ഇന്ത്യ ഭരിക്കുന്ന ഇന്ത്യയിലെ ഗവൺമെന്റ് കാണുകയാണ് സമരങ്ങളെ. ഇപ്പൊ കർഷക സമരത്തെ ഇതുപോലെ തന്നെ നേരിടാൻ ശ്രമിച്ചതാണ്, അക്രമത്തിലൂടെയും മറ്റു പല രീതിയിലും. അവസാനം കർഷകർ ജയിച്ചില്ലേ സമരത്തിൽ? കർഷകർ ഉന്നയിച്ച ആവശ്യം വന്നില്ലേ? ഇവിടെയും ഈ പരീക്ഷകൾ ഇനി കുഴപ്പമില്ലാതെ നടക്കും എന്ന വിശ്വാസ്യത ജനങ്ങൾക്ക് നൽകണമെങ്കിൽ ഇതിന് മുഴുവൻ കാരണക്കാരൻ എന്ന് പറയുന്ന മന്ത്രി പോണം. തീവണ്ടി മറിഞ്ഞതിന് റെയിൽ മന്ത്രി രാജിവെച്ച ഒരു രാജ്യമാണ് ഇന്ത്യ. ഇപ്പോഴൊന്നും അല്ല, പഴയ കാലത്ത്. ഇപ്പൊന്നും ആരും ചെയ്യില്ല. ലാൽ ബഹദൂർ ശാസ്ത്രി എന്ന് പറയുന്ന നെഹ്റു മന്ത്രിസഭയിലെ റെയിൽവേ മന്ത്രി രാജിവെക്കുന്നു. ഒരു തീവണ്ടി മറിഞ്ഞു. അദ്ദേഹത്തിന് തീവണ്ടി ഓടിക്കുന്ന പണിയൊന്നുമില്ല, തീവണ്ടി സിഗ്നൽ കൊടുക്കുന്നു അങ്ങേരല്ല, റെയിൽവേ ബോർഡുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെക്കുന്നു. ആ പാരമ്പര്യമൊന്നും നമുക്ക് മോഡി സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല. പക്ഷേ ജനാധിപത്യത്തെ അടിച്ച് തകർക്കുന്ന ഫാസിസ്റ്റ് പാരമ്പര്യമാണെങ്കിൽ അതിനെതിരെ ജനാധിപത്യം തന്നെ മറുപടിയായി വരും എന്നും, അത് ഈ സമരം കോക്രോച്ച് പാർട്ടി എന്നുള്ള പേരിലാണോ വേറെ ഏതെങ്കിലും പാർട്ടി എന്നുള്ള പേരിലാണോ എന്നറിയില്ല, വലിയ തിരിച്ചടി സർക്കാരിന് നൽകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.